വലിയ മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ലൊക്കേഷൻ കാണാൻ വളരെ നന്നായിട്ടുണ്ടല്ലേ? അത് പിന്നെ നീ അങ്ങ് സന്തോഷിച്ചാ മതി കേട്ടോ. ഈ ലൊക്കേഷൻ എന്താ ഒരു കുഴപ്പം? എല്ലാരും ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ആ തന്നെ വളരെ നന്നായിട്ടുണ്ട് ട്ടാ. 4 പെക്കടിച്ച് പൂസായി ഇവിടെ കടക്കാണെങ്കിൽ പ്രേതം വന്നാ പോലും ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. വല്ലാത്തൊരു സ്ഥലമായി പോയി. മരിച്ചുപോയവർക്ക് പ്രേതാവുകയാണെങ്കിലേ ഫ്ലൈറ്റ് ക്രാഷിൽ മരിച്ചുപോയില്ലേ സൗന്ദര്യ, അവരും ഒരു പ്രേതായി കാണണല്ലോ. ഈ രാത്രി സമയത്ത് അതിനെ കുറിച്ചൊക്കെ നിനക്ക് സംസാരിക്കണോടാ. ആ നടി മരിക്കുന്നതിന് മുമ്പ് അവസാനം അഭിനയിച്ച പടത്തിന്റെ പേര് നാഗവല്ലി എന്നാ. ആ നാഗവല്ലി എന്നുള്ള ക്യാരക്ടർ മലയാളത്തിലും മണിച്ചിത്രത്താഴിലും ഉണ്ട്. എടാ മണ്ട, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഓരോരുത്തർക്ക് എത്ര ആയുസുണ്ടെന്ന് ദൈവം അവർക്ക് കുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുമ്മാ ഇരിക്കടാ. കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ LKG കഥയൊന്നും പറയണ്ട. 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ പ്രേതമുണ്ട്. അതെങ്ങനെയാ നീ കൃത്യമായിട്ട് പറയുന്നേ? ഈ കാര്യമൊക്കെ മറന്ന് പാർട്ടി എൻജോയ് ചെയ്യാൻ നോക്ക്. വലിയ സയന്റിസ്റ്റും വലിയ മന്ത്രവാദികളും പ്രേതം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്, അറിയോ? പ്രേതവും പിശാശും ഒന്നുമില്ല. അതൊന്നും ഇല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. എന്താ ചെയ്യണ്ടെന്ന് പറ. ഓ അതെയോ? എന്നാ ഒന്ന് ചെയ്. ദാണ്ട് ആ കാറിൽ ഒരു പാവയുണ്ട്. ആ പാവ എടുത്തോണ്ട് അവിടെ ഇരിക്കുന്ന മരത്തിൽ കൊളുത്താൻ പറ്റുമോ നിനക്ക്? അത്രേ ഉള്ളോ? വെയിറ്റ് ചെയ്യ്. ഈ പാവയല്ലേ കൊണ്ടുപോയി വെക്കണ്ടേ? അതേന്നേ, ഈ പാവ തന്നെ കൊണ്ടുവച്ചാ നീ എന്ത് തരും? നിനക്ക് എന്താ വേണ്ടെന്ന് പറ. ഒരു ഡയമണ്ട് റിംഗ്. ഓക്കെ ഡൺ. ഞാൻ പോയി പണി തീർത്തിട്ട് വരാം. ദിവ്യ പോകരുത്, പറയുന്നത് നീ ഒന്ന് വെറുതെ ഇരിക്കട്ടെ, അവള് പോകണേ. മിണ്ടരുത്, നീ ഒന്ന് പോയിക്കേ. ദിവ്യ, അവൾക്കൊന്നും ദിവ്യ ഞാൻ സംഭവിക്കില്ല. പറയുന്നൊന്ന് കേക്ക്. നീ അങ്ങോട്ട് ഓർഡർ പോകരുത് ചെയ്തോ. ദിവ്യ.
എന്റെ ഒരു തലയിലെഴുത്തേ 14 വർഷങ്ങൾക്ക് മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോ അവിടെ എന്നും കൊലപാതകം ഒഴിഞ്ഞുള്ള സമയമില്ല. അതിൽ ഓരോ വിദഗ്ധന്മാര് ശ്രീനിവാസനും കണ്ണനും ഗോവിന്ദനും ഇവർക്കൊക്കെ പെണ്ണുങ്ങളെ വെച്ച് പടെടുക്കലായിരുന്നു ജോലി. ഈ പടം പിടിക്കുന്നവരെ പിടിക്കണോ അല്ല പെണ്ണിനെ പിടിച്ച് കൊല്ലുന്നവരെ പിടിക്കണോ എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കുറച്ചു കാലം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ മാനം കപ്പൽ കയറി പോയനെ അറിയാമോ? കഷ്ടപ്പെട്ട് കാലും പിടിച്ച് ഇവിടേക്കൊരു ട്രാൻസ്ഫർ മേടിച്ച് അതാ ഇവിടെ അതേ കഥ തന്നെ. കൊലപാതകം എന്ന് പറഞ്ഞ അവിടെ കുട്ടിക്കളിയാ. ആർക്ക് വേണം ഈ വൃത്തികെട്ട ജോലി? ആകെ ബാക്കിയുള്ള 2 വർഷം കഴിഞ്ഞ് റിട്ടയർ ആവാന്ന് വിചാരിച്ച പ്രേതങ്ങൾ അതിന് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. നിന്റെ കണ്ണ് മുഖത്താണോ അല്ല മറ്റേ വല്ലയിടത്തോ ആണോടാ? എവിടേക്കാണ് അത്ര ധൃതിയില്? സാറേ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഷൂട്ടിങ്ങോ? എവിടെ സാർ ഷൂട്ടിംഗ്? മണിച്ചിത്രത്താഴിന്റെ 2ാം ഭാഗം. സാർ മണിച്ചിത്രത്താഴിന്റെ 2ാം ഭാഗം സാറ് കേട്ടിട്ടില്ലേ? ഒരു മുറൈ വന്ന് പാത്തായ എടാ ഞാനല്ലേ നിന്നോട് പ്രേതത്തിന്റെ കഥ പറഞ്ഞത്, നീ ഇപ്പൊ എന്നോട് പറയുന്നു ഇത് എന്നെ കൊണ്ടേ പോകൂ. എടാ കോളേജിൽ പോയി 2 അക്ഷരം പഠിച്ച് വല്ല ജോലി നോക്കുന്നതിന് പകരം നീയൊക്കെ വെറുതെ ഷൂട്ടിംഗും കണ്ട് ജീവിതം പാഴാക്കിക്കോ. പോടാ. സാറേ ഞാൻ പഠിച്ചത് ഫിലിം ഡയറക്ഷൻ ഡിപ്ലോമ കോഴ്സാണ്. അറിയാതെ സംസാരിക്കുന്നത് ഒന്ന് പോയേ സാറേ. എടാ ഈ പടം പിടിക്കാനൊക്കെ കോഴ്സ് ഉണ്ടോ? എനിക്കറിയാവുന്ന ഒരേ കോഴ്സ് റേസ് കോഴ്സാ. ഈ റേസിന് പോയിട്ടാണ് നീയൊക്കെ ഉണങ്ങി മൊരടിച്ച കുതിര പോലെ ആയത്. കേരള വണ്ടിയില് ഇവനൊക്കെ പോലീസ് ജോലിയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മുഖത്ത് തുപ്പി എന്റെ അച്ഛൻ പറഞ്ഞു ഈ ജോലിയിൽ ചേർന്ന് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യടാന്ന്. ഡാ എവിടേക്കാടാ അത്ര സ്റ്റൈലില്? നിങ്ങളുടെ മോള് കോളേജ് കഴിഞ്ഞ് വരാനായില്ല, അവളെ ലൈൻ അടിക്കാൻ പോവാ. രക്ഷപ്പെട്ടു. എനിക്ക് പെൺകുട്ടികളില്ലാത്ത നന്നായി പോയി, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ മാമാന്ന് വിളിച്ചേനെ. ഇങ്ങനെ നിന്നിട്ടാണോ കിടന്ന് ഉറങ്ങുന്നത്? വൃത്തിയിട്ടവനെ എന്റെ ലാത്തിങ്ങതാടാ. ഡാ എന്റെ ജീവിതത്തിൽ എത്രയോ ശവങ്ങളെ കണ്ടിരിക്കുന്നു, പക്ഷെ എന്റെ ജീവൻ എടുക്കാൻ നിന്നെ പോലൊരു ശവം എന്റെ കൂടെ കിട്ടിയല്ലോ. എന്ത് ഭംഗിയായിട്ടാണ് ചത്ത് കിടക്കണെന്ന് കണ്ടുകൂടാ? വൃത്തികെട്ടവന്മാര് ചുറ്റിക്കളിക്കാൻ നിനക്കൊക്കെ ഈ ഒരു സ്ഥലം കിട്ടിയുള്ളൂ അല്ലേ? ഗാന്ധിജിക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാണ്ണം കൂടി കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുക. നാണോ മാനോ ഇല്ലാത്തവര്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ നിനക്ക് ഈ സ്ഥലമല്ലാതെ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലടാ. കൃത്യമായിട്ട് ഇവിടേക്ക് കെട്ടിയെടുത്തു. ഇവൾക്ക് ചാവാനായിട്ട് എന്റെ അതിർത്തിയിൽ തന്നെ വരണമായിരുന്നോ? ഓരോ പാഴ്ജന്മങ്ങള്. ഇടാ സുനാമി വന്നപ്പോ എത്രയോ പേര് മരിച്ചുപോയി. ആ കൂട്ടത്തിൽ നിനക്കും പോയി മരിക്കാൻ പാടില്ലായിരുന്നോ? എന്തിനാടാ എന്നെ ദ്രോഹിക്കുന്നത്? സാറേ എനിക്കൊരു സംശയം. പറ. നിങ്ങളുടെ കണ്ണിൽ ആരെയും നല്ലതായിട്ട് കാണില്ലേ? ഇവളിവിടെ ചത്തുകിടക്കാനുള്ള കാരണക്കാരൻ ആരാണ്? എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു എന്ന് മര്യാദയ്ക്ക് വായ തുറന്ന് പറഞ്ഞോണം. ഞാൻ എത്ര പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ല. മരത്തിൽ പാവയെ ആണിയിൽ തറച്ചിട്ട് വരാന്ന് ബെറ്റ് വെച്ച് പോയതാ. തിരിച്ചു വന്നതേ ഇല്ല സാർ. ഓ ബെറ്റോ? അപ്പൊ ഇവളെ കൊല്ലാനായിട്ട് നിങ്ങളൊക്കെ ബെറ്റ് വെച്ച് കളിക്കുകയായിരുന്നല്ലേ? അല്ല സാറേ, ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതായിരുന്നു. ഇവിടെ നിറയെ പ്രേതങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതായിരുന്നു സാർ, വേറെ ഒന്നുമില്ല. പക്ഷെ അവള് പ്രേതം എന്ന് പറയുന്നതൊക്കെ വെറുതെയാ, അത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് പോയതാ. അവള് പോയി കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങളും പോയി. അപ്പൊ നോക്കുമ്പോ അവള് മരിച്ചു കിടക്കുന്നു സാർ. എടാ നിങ്ങളിൽ ഒരുത്തനാണ് പ്ലാൻ ചെയ്ത് ഇവിടെ കൊന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിനെ ഞങ്ങൾ തന്നെ കൊല്ലോ സാറേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് വരട്ടെ, എന്നിട്ട് നിന്നേക്ക് എടുത്തോളാടാ മക്കളെ. എടാ ചോദ്യം ചെയ്യുമ്പോഴാണോടാ കിടന്ന് ഉറങ്ങുന്നത്? ഇവരെല്ലാവരും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നോണം. ആംബുലൻസ് വരുന്നത് വരെ ഈ ഡെഡ് ബോഡി ഭദ്രമായി ഇവിടെ സൂക്ഷിച്ചോണം, മനസ്സിലായോ? ആ ഹലോ സർ, അക്ബർ ഗ്യാങ് എന്തോ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെ? എടപ്പള്ളിന്റെ അടുത്താണ്. ശരി, ഞാൻ നോക്കിയോളാം.
വേണ്ട സാർ വേണ്ട സാർ വേണ്ട സാർ വേണ്ട സാർ. സർ 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 വേണ്ട സർ എന്നെ വിട്ടേക്ക് സർ 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 പ്ലീസ് സർ 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 പ്ലീസ് സർ 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 എന്നെ വിട്ടേക്ക് സർ 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 രാജേശ്വരി, രാജി ഡാർലിംഗ്, ഓഹോ ഇവിടെ ഇരിക്കുകയാണോ? എന്റെ ഡാർലിംഗ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. സോറി മോളെ, ഇന്ന് വേഗം വരാമെന്ന് പറഞ്ഞത് സത്യമാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഡ്യൂട്ടിയുടെ ടെൻഷനിൽ നമ്മുടെ വെഡിങ് ഡേയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. സോറി ഡിയർ, എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ക്ഷമിക്കാൻ ഞാനാരാ? ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയൊന്നും അല്ലല്ലോ. നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ എന്റെ ആദ്യ ഭാര്യ എന്റെ ഡ്യൂട്ടിയാണെന്ന്. ഏയ്, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഞാൻ എത്ര വലിയ റെസ്പോൺസിബിൾ പൊസിഷനിലാണുള്ളതെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതുമാത്രമല്ല, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിൽ വെച്ചിരിക്കുന്ന വിശ്വാസം കൊണ്ട് പ്രധാനപ്പെട്ട ജോലിയല്ല എന്റെ അടുത്താ തരുന്നത്. കാരണം എന്താ? ഞാനൊരു സിൻസിയർ പോലീസ് ഓഫീസർ ആയതുകൊണ്ട്. അതുമാത്രമല്ല, നിനക്ക് നന്നായി അറിയാം, ഇപ്പൊ സിറ്റിയിൽ റൌഡികളുടെ ഉപദ്രവവും തീവ്രവാദികളെന്ന് ഓരോരോ പ്രശ്നങ്ങൾ ദിവസവും വന്നുകൊണ്ടേയിരിക്കുക. ഇന്നും ചില റൌഡികളെ എൻകൗണ്ടർ ചെയ്തിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്താ ഡിയർ, നീ കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം. അതെ അതെ, നിങ്ങളെ സിൻസിയറായിട്ട് പ്രേമിച്ച് നിങ്ങളെ തന്നെ വേണമെന്ന് അച്ഛന്റെ അടുത്ത് ശാഠ്യം പിടിച്ച് കല്യാണം കഴിച്ചത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? നിങ്ങൾ തന്നെ പറ, കല്യാണത്തിന് ശേഷം ഇതുവരെ ഒരിക്കലെങ്കിലും എന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ സ്നേഹത്തോടെ ഒരു സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അതൊക്കെ പോട്ടെന്ന് വെക്കാം, ഒരു അമ്പലത്തിലേക്കെങ്കിലും എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഇവക്ക് ഞാനും എനിക്കിവളും അത്ര തന്നെ. ചേട്ടാ, നിങ്ങളുടെ പോലീസ് ജോലിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിൽ 1% എന്നോട് കാണിച്ചൂടെ? അത്രയല്ലേ ഉള്ളൂ. ഒരു 15-20 ദിവസം ലോങ് ലീവ് എടുത്ത് നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം. സന്തോഷമായാലോ? എവിടെ പോകണമെന്ന് നീ തീരുമാനിച്ചു, ജോളിയായിട്ട് പോകാം. എനിക്ക് വേറെ എവിടെയും പോണ്ട. കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ? നമുക്ക് എല്ലാവർക്കും കുറച്ചു നാൾ അവിടെ പോയി താമസിക്കാം. ബട്ട് വൺ കണ്ടീഷൻ, അവിടെ പോയതിനു ശേഷം നിങ്ങളുടെ പോലീസ് ഡ്യൂട്ടി നിങ്ങൾ മുഴുവനായിട്ട് മറന്നേക്കണം. ഓക്കെ ആണോ? ഓക്കേ. അവിടെ പോയതിനു ശേഷം നിന്റെ അടുത്ത് തന്നെ കാണും. സന്തോഷമായല്ലോ? പോലീസുകാരന് ഒരു മനസ്സുണ്ട്, ആ മനസ്സിൽ പ്രേമമൊക്കെ വരാറുമുണ്ട്. ശരി, അനിയൻ എവിടെ? അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ റെഡ് ഹിൽസ് വരെ പോയിരിക്കുക. ഞാൻ ഫോൺ ചെയ്ത് അവനോട് നേരെ അങ്ങോട്ട് വരാൻ പറയാം. ഓക്കെ? ഏയ്, നിന്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വെളുപ്പിന് നേരത്തെ എസ്റ്റേറ്റിലേക്ക് പോവാം. ശരി ചേച്ചി. നീ എവിടെയാടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ പറയാം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്.
ഗുഡ് നാളെ ന്യൂസ്. രാവിലെ നമ്മൾ എല്ലാവരും പുതിയ എസ്റ്റേറ്റിലേക്ക് പോവാ. നീ നേരിട്ട് അങ്ങോട്ട് ആ വന്നേക്ക്. ശരി എടുത്ത് ഞാൻ നിന്റെ വന്നേക്കാം. ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങണമെന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. ഞാൻ മനസ്സിലായോ? വന്നേക്കാം എടുത്ത്. നേരത്തെ നിങ്ങൾ അവിടെ എത്തുന്നതിന് വന്നേക്കണം. മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. ബൈ. ബൈ. രാജി വേഗം വാ. എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. കമോൺ ഫാസ്റ്റ്. ആ ശരി ഏയ്. ചേച്ചി. സൂക്ഷിച്ചു കേറ്. എല്ലാத்தைയും എടുത്തില്ലേ? ഒന്നും ഇല്ല. മറന്നിട്ടില്ലല്ലോ. ആ, യേ. അപ്പൊ പോകാം. ഓക്കെ പോകാം. പോവാം. കുഞ്ഞായിരുന്നോ? ഛേ, മനസ്സിലാക്കിയല്ലോ. ഈ കത്തി കാണിച്ച നിന്നെ ഒന്ന് പേടിക്കാന്ന് വിചാരിച്ചാ അതൊക്കെ പോട്ടെ, നിനക്ക് ഒട്ടും പേടിയില്ലേ? എന്താ കുഞ്ഞീ പറയുന്നത്? ഞാൻ ഈ എസ്റ്റേറ്റിൽ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അത് മാത്രമല്ല ഈ ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്കാ നിൽക്കുന്നേ. ഞാനെന്തിനു പേടിക്കണം? ഓ, അതുകൊണ്ടാണല്ലേ. എന്നാലും ഞാനൊന്ന് പേടിച്ചു പോയിട്ടോ. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. യാത്ര ചെയ്തോണ്ട് നല്ല ക്ഷീണുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കണേ. ചേട്ടനോട് പറയരുത്. ആ ശരി. ഈ കുഞ്ഞ് ഓ എന്ത് പറ്റി? വണ്ടി പെട്ടെന്ന് നിന്നല്ലോ. ഓ എന്ത് പറ്റി ചേട്ടാ? എന്ത് പറ്റി ചേട്ടാ? ഛേ. പോകാം. പോവാം. ഹേയ്, ഏട്ടാ വന്നോ? ഹേയ് നീ എപ്പോഴാ വന്നേ? എന്നെ Good. മാത്രം നേരത്തെ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ ലേറ്റ് ആയി വന്ന അത് ശരിയാണോ? നീ 30 കിലോമീറ്റർ ആ, ബസ്സിലാ മനസ്സിലായി. വന്നത്. അങ്ങോട്ടേക്ക് ഞങ്ങൾ വാ. 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിരിക്കുകയാണ്. എന്താ ഇത്? ആ, ഒന്ന് ദാ വേഗം വാ. എത്തിക്കഴിഞ്ഞു. ആ ശരി എനിക്ക് സാറേ. വിശക്കുന്നു. രാജി ഒന്ന് വേഗം വാ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വേഗം ചേച്ചി വാ. വേഗം ദാ വന്നിരുന്നോ? നമ്മളെല്ലാരും ഇവിടെ വന്ന സന്തോഷത്തിൽ എനിക്ക് വിശക്കുന്നേ അത് ഇല്ല. ശരി, വരുന്ന വഴിക്ക് നല്ലോണം ഫുഡ് അടിച്ചു കാണും. അതൊക്കെ ഒന്ന് റിലീസ് ആവണ്ടേ? എന്നെ പോലെ ബസ്സിൽ വരികയായിരുന്നെങ്കിൽ വിശപ്പ് എന്താന്ന് അറിഞ്ഞാനെ. പഠിക്കുന്ന കാര്യത്തെക്കാട്ട് കഴിക്കുന്ന കാര്യത്തിലാ കൂടുതൽ താല്പര്യം. ഹലോ, കഴിക്കുന്നതിന് മാത്രല്ല എല്ലാത്തിലും നമ്മൾ നമ്പർ ആ.
ഇയാളെ കണ്ടിട്ടാണോ പേടിച്ചേ? ഇയാള് നമ്മുടെ എസ്റ്റേറ്റിലെ വാച്ച്മാനാ, വരദരാജൻ. ഇവനെ വെളിച്ചത്തെ കണ്ടപ്പോ തന്നെ നിങ്ങൾ പേടിച്ചു. ഇരുട്ടിലെങ്ങാണ് കാണായിരുന്നെങ്കിൽ എന്തായിരിക്കും ഗതി? നീ വാ. എന്താ സാറേ? ശാന്തേ, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്ക്. ശരി സാറേ. ആ വരദരാജ, സുഖമാണോ? ഞാൻ വന്ന് കുറെ സമയമായി, നിന്നെ എവിടെങ്ങും എവിടെ കണ്ടില്ല. അലഞ്ഞു തിരിഞ്ഞാലും ഭക്ഷണ സമയത്ത് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കും. എവിടെ പോന്നു എന്തിനു കഴിക്ക്. പോന്നൊന്നും ആരോടും പറയാറുമില്ല. ഊണുകാലാവുമ്പോ കൃത്യമായിട്ട് എത്തും. എന്തിനാ ഇവിടെ നിന്ന് കഴിക്കുന്ന? വീട്ടിൽ ചെന്ന് കഴിച്ചൂടെ നിങ്ങൾക്ക്? പറയുന്ന അനുസരിക്ക്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. വാവ്, റോസ് നന്നായിട്ടുണ്ടല്ലേ? ആ, നന്നായിട്ടുണ്ട്. നിനക്ക് വേണോ? നന്ദിനി, ഞാനൊരു കാര്യം പറയട്ടെ. റോസ് മീൻസ് ബ്യൂട്ടി. ബ്യൂട്ടി മീൻസ് നന്ദിനി. ആൻഡ് നന്ദിനി മീൻസ് ആസ് വെൽ ആസ് കാൻഡി. റോസ് ഫോർ യു. താങ്ക് യു. എന്നെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇത്രയും കാലമായല്ലേ? എനിക്ക് ഇവിടുന്ന് പോവാൻ മനസ്സേ ഇല്ല. അത്രയല്ലേ ഉള്ളൂ. റിട്ടയർഡ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ തന്നെ വരാം. ഞാനും നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ടൈം കിട്ടാറില്ല. നിങ്ങൾ യൂണിഫോം ഇടുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആരും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവില്ല. എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ നീ കരുതുന്നത്? എന്നാ ആര് പറഞ്ഞു? സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ സ്നേഹിക്കാൻ സമയമില്ലെന്ന് മാത്രം. ചോദിക്കുമ്പോ മാത്രം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, അതെപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും ഇപ്പം നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാ പറഞ്ഞു വരുന്നത്. ഏടത്തി പറഞ്ഞത് ശരിയാ. ചിലർക്ക് ഏറ്റവും പ്രാധാന്യം ഡ്യൂട്ടി ആയിരിക്കും, പക്ഷെ ചിലർക്കാണെങ്കിലോ ബ്യൂട്ടി ആയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏടത്തി, സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ തന്നെ വരണം കേട്ടോ. ഏട്ടൻ വേണമെങ്കിൽ ഡ്യൂട്ടിയും കെട്ടി പിടിച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ. ഏട്ടാ, ആ ക്യാമറ ഒന്ന് തരുമോ പ്ലീസ്? നമ്മുടെ എസ്റ്റേറ്റ് കാണാൻ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും ഭംഗി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. ചേട്ടാ, അവിടെ ആ പൂട്ടിയിട്ടിരിക്കുന്നില്ലേ, ആ ബംഗ്ലാവ് ആരുടേതാ? അതും നമ്മുടെ ഗസ്റ്റ് ഹൗസാ. വേണമെങ്കിൽ പോയി നോക്കിട്ട് ശരി വന്നേക്കേ. ചേട്ടാ. ഈ എസ്റ്റേറ്റ് വളരെ നന്നായിരിക്കുന്നു അല്ലേ? നീ നോക്ക്, എന്തൊരു ഭംഗിയാ. വളരെ നന്നായിട്ടുണ്ട്. ഏയ്, ക്യാമറ എവിടെ? ഓ, അത് അവിടെ തന്നെ മറന്നു വെച്ചുപോയി. മറന്നു വെച്ചതോ? പോയി എടുത്തോണ്ടി. വാ, രണ്ടുപേരും പോയി എടുത്തോണ്ട് വരാം. നീയല്ലേ മറന്നു വെച്ചത്, ഞാൻ എന്തിനാ പറയണം? പോയി എടുത്തോണ്ട് വാ, പോ. എപ്പോഴും നീ പറയുന്നത് ഞാൻ അനുസരിക്കണല്ലേ?
വാ. എന്താ രാജി, എന്താ ആലോചിച്ചോണ്ടിരുന്നേ? ചേച്ചി, ചേച്ചിയെ കാണാൻ ഇത്രയും നാളും ഞാൻ കാത്തിരിക്കായിരുന്നു. സത്യം പറഞ്ഞ ചേച്ചി എത്ര സുന്ദരിയാ. അതെയോ? നീയും ഒരുപാട് സുന്ദരിയാ. അല്ല, നിനക്ക് എത്ര കുട്ടികളാ? എന്റെ ചേച്ചി, എനിക്ക് എവിടുന്ന് അതിന് ഭാഗ്യം? ദൈവം ഒരു കൈ കൊണ്ട് തന്നത് മറുകൈ കൊണ്ട് എടുക്കുകയല്ലേ ചെയ്തത്. നിന്റെ ഭർത്താവിന് എന്താ പറ്റിയത്? ആർക്കാ ചേച്ചി അറിയാവുന്നേ? അയാൾ എങ്ങോട്ടാ പോന്നെ, എവിടെയാ പോന്നെന്നൊന്നും ആർക്കും ഒരു പിടിയുമില്ല. അതെന്താ? എന്റെ പ്രസവത്തിന് വേണ്ടി ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് തൊട്ട് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇങ്ങനൊക്കെ തന്നെയാ. അത്രയുള്ളോ? നീ ഇല്ലാത്ത വിഷമത്തിൽ അപ്സെറ്റ് ആയി കാണും. പിന്നെ വന്നപ്പോ മുതല് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു, പക്ഷെ മറന്നു പോവാ. എന്താ ചേച്ചി കാര്യം? ആ വീട്ടിൽ അത്രയും വലിയ പൂട്ടിയിരിക്കല്ലേ, അതിനുള്ളിൽ അങ്ങനെ എന്താ ഉള്ളത്? അതൊന്നും അല്ല ചേച്ചി. സാറി വീട് വാങ്ങിച്ചപ്പോ പഴയ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടു വെച്ചിരുന്നു. അപ്പോഴാണ് ആ പൂട്ട് കിട്ടിയത്. നല്ല പൂട്ടായതുകൊണ്ട് അത് വലിച്ചെറിയാൻ മനസ്സ് വന്നില്ല. ആ പൂട്ട് തന്നെ എടുത്താണ് അവിടെ പൂട്ടി വെച്ചിരിക്കുന്ന സാർ. അതിന്റെ താക്കോൽ ആരുടെ കയ്യിലാ? അതെന്റെ ഭർത്താവിന്റെ കയ്യിലുണ്ട്. എനിക്ക് ആ വീടിനുള്ളിൽ ഒന്ന് കേറി നോക്കണമെന്നുണ്ട്. താക്കോല് വാങ്ങിച്ചു തരുമോ? അത്രേ ഉള്ളോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ദേ മനുഷ്യ, ചേച്ചിക്ക് ആ വീടൊക്കെ ഒന്ന് ചുറ്റി കാണണം പോലും. ആ താക്കോലും തന്നെ. അവിടെ പൂട്ടിക്കൊണ്ട് ആ താക്കോല് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. ഇപ്പൊ ചേച്ചി താക്കോല് വെക്കുന്നുണ്ട്. വേഗം തന്നെ. തരാനല്ലേ പറഞ്ഞത്? ദേ മനുഷ്യ, താക്കോല് ഇതാ തോളിപ്പിച്ചേക്കലേ. ഈ തായോട്ട് ഇപ്പൊ ചെയ്യും. ചേച്ചി, ആ വീടിന്റെ താക്കോല് കിട്ടി. ഇതാ. വൗ! ഹായ് ആദിത്യ. ഹായ്, വന്നാട്ടെ. ഹായ്. ഹായ്. വാട്ട് എ സർപ്രൈസ്. ഹലോ. ഹലോ, ഇരിക്കൂ. ഇരിക്കടാ. അവസാനം നീയും ഫ്രീ ആയല്ലേ? ഈ ലൈഫിൽ നമുക്ക് എവിടുന്ന് ഫ്രീ കിട്ടാനാ? നമ്മൾ വേണം ഫ്രീ ആക്കി വരാൻ. അതെ അതെ. ഇല്ലെങ്കിൽ ഇവര് സമ്മതിക്കോ? അതെ അതെ അതെ. ഫ്രീ ആയിട്ട് മൂപ്പരങ്ങ അങ്ങോട്ട് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോവല്ലേ? ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാ, പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന്. അങ്കിൾ. ഹായ് കാർത്തിക്. ഹലോ എന്താ കാർത്തിക്,
ഫ്യൂച്ചറിൽ എന്നെ പോലെ സിനിമയിൽ വരാനാണോ അതോ ഇവനെ പോലെ ഡിപ്പാർട്ട്മെന്റിൽ ചേരാനാണോ? അതെ അങ്കിൾ, എനിക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. ദാറ്റ്സ് ഗ്രേറ്റ്. അത് പിന്നെ കൊള്ളാം. ഞാൻ ഹീറോ ആയിട്ട് വന്നാ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് എൻട്രി കൊടുക്കത്തുള്ളൂ. ഓ അങ്ങനെയാണോ കാർത്തിക്? ജനങ്ങളെല്ലാം നിന്റെ ജൂനിയർ ജാക്കി ചാൻ എന്ന് പറയും. അതുപോലെ ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം. അതെ അതെ, ഇവൻ ആ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. നീ എന്താ അങ്ങനെ പറയുന്നത്? എന്റെ അനുജന് എന്ത് കുറവുള്ളത്? അങ്ങനെ പറഞ്ഞോട് കേട്ടാ. സിനിമക്കാരായാലും പോലീസുകാരായാലും കുട്ടികളും ഭാര്യ എന്നൊക്കെ പറയുന്ന അവർക്ക് പ്രശ്നമുള്ള ഏയ്, കാര്യം. ഒരൊറ്റ അടി തന്നാലുണ്ടല്ലോ. മതി മതി നിർത്ത്. ശാന്തമ്മ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വാ നമുക്ക് പോയി കഴിക്കാം. വരൂ, വരൂ, എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാനിത് അവിടെ തന്നെ ഇട്ടേച്ച് വന്നതല്ലേ, പിന്നെങ്ങനെ ഇവിടെ എത്തിയത്? ചേട്ടാ, ചേട്ടാ, ചേട്ടാ ഇങ്ങ് വാ. ചേട്ടാ, അവിടെ അവിടെ ഒരു എന്ത് പറ്റി ഫോട്ടോയിൽ ചേച്ചി? രക്തം വരുന്നു. ഫോട്ടോന്ന് രക്തം വരുന്നോ? അയ്യോ, ഞാൻ പറയുന്നത് സത്യാ. ശരി ശരി, നീ എന്താ കണ്ടെന്ന് വെച്ചാ അത് വന്ന് കാണിക്കേ. ഇല്ല, വാ, വേണ്ട, എന്തിനാ പേടിക്കുന്നത്? അങ്ങോട്ട് ഞാനില്ലേ? ദാ ഇത് കണ്ടോ? ഏട്ടാ, ഇത് റെഡ് പെയിന്റാ. ചിലപ്പോ ഇതായിരിക്കും ഫോട്ടോയിൽ വീണത്. ഏടത്ത് ഇത് രക്താണെന്ന് വിചാരിച്ചു പേടിച്ചു പോയി. ഇവിടെ ഒരു കാര്യം. എന്നാലും എന്റെ പൊന്ന് അയ്യോ. ചേച്ചി, ഡെവിൽ എഫക്റ്റ് ഉണ്ടല്ലോ, സൂപ്പർ ആണ് കേട്ടോ. ചേച്ചി ഏതെങ്കിലും ഹൊറർ ഫിലിമിൽ അഭിനയിച്ച സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. കുറച്ചു നേരം നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിവിടെ പേടിച്ച് ചത്തോണ്ടിരിക്കുക. നിനക്ക് തമാശയാണല്ലേ? ഏയ്, നിന്നെ ഈ മുറിയിലേക്ക് ആരാ വരാൻ പറഞ്ഞത്? ഏത് ചെയ്യാൻ പാടില്ലയോ അത് ചെയ്തിട്ട് അവളോട് ദേഷ്യപ്പെടുന്നു. ഇനി ഒരു പ്രാവശ്യം ഈ മുറി നീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. എന്താ ഏടത്തി ഇത്? അയ്യോ ചേച്ചി,
ചേച്ചി പറയുന്നത് കേട്ടാ ഏട്ടൻ നല്ല റിസ്ക് എടുക്കുന്ന തോന്നുന്നു. ആ ടെററിസ്റ്റ് ഒക്കെ എന്തെങ്കിലും ചെയ്താ എന്താ ചെയ്യാ ചേച്ചി? ചേച്ചിയെങ്കിലും ഏട്ടന്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കിക്കൂടെ? അയ്യോ, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഡ്യൂട്ടിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാ. അയ്യോ, ബാഗ് എടുക്കാൻ മറന്നു. നീ അകത്ത് പോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. വേഗം വാ ചേച്ചി. ലലലാ, ലലാ, ലലലാ, ലലാ, ലലലാ, ലലാ, ലലലാ, ലലാ. രാജി, എവിടേക്കാ പോന്നേ? വരൂ, ഇങ്ങോട്ട് വാ. എന്താ രാജി, എന്താ പറ്റിയത്? എന്തോ ദുസ്വപ്നം കണ്ടതാ. ഇങ്ങനെ നോക്ക്, ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിൽ കരുതിയാ ഇങ്ങനെ ദുസ്വപ്നം വരും. ശരി, പേടിക്കണ്ട, കിടക്ക്. തനിക്കിത് എന്തു പറ്റി? ഇന്ന് ഡള്ളാണല്ലോ. ഒന്നുമില്ല കാർത്തിക്, ഇന്നത്തെ വാരഫലം വായിച്ചതാ, അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? അതോ, ഇന്ന് എന്റെ നക്ഷത്രത്തില് ലവ് ഫെയിലിയർ എന്നാ എഴുതിയിരിക്കുന്നത്. അതെയോ? ഞാൻ ലക്കിയാണ്. എന്റെ വാരഫലത്തിൽ ലവ് സക്സസ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്കിതിലൊക്കെ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടോന്നോ? അതല്ല എന്റെ ഫേവറേറ്റ് സബ്ജക്ട്. അപ്പൊ എന്റെ കൈ നോക്കി പറയോ പ്ലീസ്? അത്രയല്ലേ ഉള്ളൂ. നീ അങ്ങോട്ട് വാ, നിന്റെ ഫ്യൂച്ചർ തന്നെ ഞാൻ പറഞ്ഞുതരാം. കൈ കാണിച്ചേ. ഏത് മണ്ടനാ പറഞ്ഞു നിനക്ക് ലവ് ഫെയിലിയർ ആണെന്ന്? ഇതാ നോക്കിയേ, പൃഥ്വിരാജിന്റെ രേഖ ഇവിടം തൊട്ട് ഇവിടം വരയ്ക്കുണ്ട്. നമ്മുടെ നെവിൻ പോളിയുടെ രേഖ ഇവിടെ നിന്ന് ഇവിടെ വരെ. ദാണ്ട കണ്ട ദുൽഖർ സൽമാൻ നടുവിൽ നിൽക്കുന്നേ കണ്ടാ? അപ്പുറത്ത് ഫഹദ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ നിനക്ക് വേണ്ടി. ഏയ്, സത്യമാണോ നീ പറയുന്നത്? എന്നെ പ്രേമിക്കാൻ പോകുന്ന ചെക്കൻ എങ്ങനെ ഉണ്ടാവും പറ. നീ ഇപ്പൊ എന്നെ കണ്ടില്ലേ, പിന്നെ അവനെ കാണേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാ ഞാനാണെന്ന്. നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാം. നിക്കടവിടെ, ഫഹദാണ് പോലും. നിക്കടവിടെ, പറ്റുമെന്ന് പിടിക്കും. പറച്ചില്ലേ, ഫഹദാണ് പോലും. നിക്കടവിടെ, നിക്കാൻ ഓടല്ലേ. എന്തു പറ്റി രാജി? രാജി, എടി രാജി, നിനക്കെന്താ പറ്റിയത്? ചേട്ടാ, ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട്, എനിക്ക് പേടിയാവുന്നു.
അയ്യോ അങ്ങനെ ഒന്നും ഇല്ലടി. രാത്രി സമയത്ത് ക്രൈം ഡയറി, ക്രൈം സ്റ്റോറി, ഹൊറർ മൂവീസ് എന്ന് എല്ലാം കണ്ട് കണ്ട് ആ വിചാരത്തിലാ നീ. അതുകൊണ്ടാ നിനക്ക് ഈ തോന്നലൊക്കെ. അല്ല ചേട്ടാ, അത് അത് ഇങ്ങനെ നോക്ക്, ആവശ്യമില്ല നീ കൺഫ്യൂഷൻ ആകരുത്. വാ. എന്താ അടുത്തി ഇന്ന് നല്ല ചെത്തിലാണല്ലോ. ഏട്ടന്റെ കീശകാലിയൊക്കെ നടക്കാണല്ലേ. ഏടത്തി ഏടത്തെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഫോട്ടോയോ? നോക്കേ നോക്ക്. അയ്യടാ, ഒന്നുകൂടി നോക്ക് പ്ലീസ്. സ്മൈൽ. ഏടത്തി അവിടെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാലോ, നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം. പോടാ. ഒന്ന് വാ എടുത്തി. വരാനല്ലേ പറഞ്ഞ? വിടാനാ പറഞ്ഞ. ഒരേ ഒരു ഫോട്ടോ ഇല്ലേ, ഇവിടെ തന്നെ നിൽക്ക്. റെഡി, സ്മൈൽ. ഏടത്തി നന്നായിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഫോട്ടോ എടുത്തോണ്ടിരിക്കട്ടാ. ഞാനും ഒരു ഫോട്ടോ എടുക്കണം. ഇതാടാ, തരാനല്ലേ പറഞ്ഞേ? ഇതാ രാജി, കമോൺ കമോൺ. ഇതാ ഇവിടെ ഇവിടെ. ഗുഡ് ഗുഡ്. ഏട്ടാ ഏട്ടാ ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. ഏടത്തി അതിന്റെ മേലൊന്ന് കൈവച്ച്. ഇവനൊരു വലിയ സിനിമാക്കാരൻ. ഇപ്പൊ എടുത്തോന്നേ. എനിക്കെന്താ, ഏട്ടന്റെ ഭാര്യ ഏട്ടന്റെ ഇഷ്ടം. എന്റെ ഭാര്യയെ സൗന്ദര്യമായിട്ട് കാണിക്കേണ്ട എന്റെ കടമയല്ലേ? നിങ്ങളുടെ കൂടെ ചേർന്ന് ജീവിക്കാൻ എനിക്കൊരു സന്ദർഭം തരൂ. രാജി, വരൂ. ഇങ്ങോട്ട് വാ. രാജി, വരൂ. ഇങ്ങോട്ട് വാ.
എന്താ രാജി, എത്ര നേരമായിട്ട് ഞാൻ ബെല്ലടിക്കുക? നിങ്ങളായിരുന്നോ? വേറെ ആരാ? എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നേ? അത് അത് ആ കല്ലറ. കല്ലറയോ? ഞാനിവിടെ തനിച്ചിരിക്കായിരുന്നു. അപ്പൊ ആരോ എന്തോ ചോദിച്ചതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ആരാണെന്ന് നോക്കാൻ ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ പോലും അറിയാതെ ഞാൻ ആ കല്ലറയ്ക്ക് അടുത്ത് വരെ എത്തി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി ചേട്ടാ. ഞാൻ തിരിച്ചു വരുമ്പോ ആരോ എന്റെ പുറകെ വരുന്ന പോലെ തോന്നി. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അത്രയല്ലേ ഉള്ളൂ, ഇതിനൊക്കെ പേടിച്ചാൽ എങ്ങനെയാ? എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? വേറെ എന്ത് ഞാൻ പറയാനാ? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് നിന്റെ അടുത്ത് അവർ രണ്ടുപേരും തമാശ കാണിക്കുക. അവർ രണ്ടുപേരും എവിടെ? അല്ല ചേട്ടാ, ഈ എസ്റ്റേറ്റിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. നീ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആവാൻ കാരണം എന്താ? ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യ ഇങ്ങനെ പേടിക്കാവോ? ഞാനില്ലേ ഇവിടെ. കമോൺ, ധൈര്യമായിരിക്കേ. ചിറം വാ. ഹലോ ഹലോ ഹലോ, ഞാൻ രാജിയാ സംസാരിക്കുന്നത്. ഹായ് രാജി, സുഖാണോ? എന്താ പ്രത്യേകിച്ച്? എനിക്കൊരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. നീ ഒന്ന് വരുമോ? പേഴ്സണൽ കാര്യമോ? ശരി, ഞാൻ വരാം. ഒന്ന് വേഗം വാ പ്ലീസ്. ഷോ, തീർച്ചയായിട്ടും വരാം. ബൈ ബൈ. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ന് നിന്റെ മൊയ്തീൻ കണ്ടു. എത്ര ട്രാജഡി അല്ലേ? ആ ഞാനും കണ്ടായിരുന്നു. വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. പ്രേമത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യോ? പിന്നെ പ്രേമെന്ന് വെച്ചാൽ വെറുതെ ആണോ? നീ ഇപ്പൊ എന്നെ ഒന്ന് പ്രേമിക്കുന്നൂന്ന് പറ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഇവിടുന്ന് താഴെ ചാടി കാണിച്ച് നോക്കട്ടെ. അയ്യോ, ഓൾറെഡി ഞാൻ നിന്റെ മുമ്പിൽ മൂക്കും കുത്തി വീണതാ. ഇനി ഒരു വീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ലേ. വേറെ എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞു. നോ, എനിക്കതൊന്നും അറിയില്ല. ലവ് പ്രൂവ് ചെയ്യണമെങ്കിൽ ദേ ഇവിടുന്ന് ചാടിയേ പറ്റൂ. ഈ പെണ്ണുങ്ങളെല്ലാരും ഒരേപോലെ തന്നെയാണല്ലേ. എപ്പ നോക്കിയാലും ഓരോ ടെസ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്തിട്ട്. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ ഇപ്പൊ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ചേട്ടാ ചേട്ടാ ഒന്ന് വേഗം വാ. എന്ത് കളിയടി കളിക്കുന്നേ? നോക്ക് ചേച്ചി, ഞാൻ തമാശക്ക് പറഞ്ഞത് അവനോട്. പ്രേമത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു പറഞ്ഞ് താഴേക്ക് ചാടി. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? കാർത്തിക് വെള്ളത്തില്. എന്തു പറ്റി അവന്? കാർത്തിക്, എന്താടാ ഇതൊക്കെ? ശരി, തമാശയ്ക്ക് വല്ലതും കാണിച്ചത് സീരിയസ് ആയ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? തമാശക്കൊക്കെ ലിമിറ്റ് ഇല്ലേ? യെസ് സർ, യെസ് സർ, ഓക്കെ സർ. പേടിപ്പിച്ചതാ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്റെ സ്നേഹം സത്യമാണെന്ന്? നീ എന്നെ എവിടെന്ന് ചാടാൻ പറഞ്ഞാലും ഞാൻ അവിടെന്ന് ചാടും. നീ പിന്നെ കണ്ടോളാം.
ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ആദിത്യ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ആദിത്യ. ദയവായി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു സന്ദർഭം തരൂ ആദിത്യ. ദയവായി ഒരേ ഒരു സന്ദർഭം തരൂ ആദിത്യ. എന്താ ചേട്ടാ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോന്നേ? എന്നാ ഡ്യൂട്ടിക്ക് ഞാനും കൂടെ വരട്ടെ. വേണ്ട രാജി, എനിക്ക് 2-3 സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. 4-5 ഡേയ്സ് ഞാൻ തിരിച്ചു വരും. ഓക്കെ, ബൈ. ചേട്ടാ വേഗം വരുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ 4-5 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. ഹായ്. എന്താടി ഇങ്ങനെ മിഴിച്ചു വെക്കുന്നേ? അത് പറയാനാ നിന്നോട് വരാൻ പറഞ്ഞത്. അല്ല, നിന്റെ ഭർത്താവിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി പുള്ളിക്കാരൻ? ട്രിവാൻഡ്രത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന്, അതുകൊണ്ട് പോയിരിക്കുക. ഓ, അതാണല്ലേ പൊന്നുമോക്കൊരു വിഷമം. അങ്ങനെയൊന്നുമില്ല, പോടി. ഇവിടെ വിചിത്രമായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു. ഫോളോ ചെയ്യുന്നു? പക്ഷെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ആരും ഉണ്ടാവില്ല. എന്താ ഈ പറയുന്നേ? അതേടി, അന്നൊരു ദിവസം ഞാൻ പോലും അറിയാതെ ആ കല്ലറ വരെ എത്തി ഞാൻ. എന്നെ ആരോ പിന്തുടരുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിൽ എന്തോ ഒരു പേടിയുണ്ട്. ഈ കാര്യം നിന്റെ ഭർത്താവിനോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു, പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. എനിക്കെന്തോ ഈ വീട്ടിൽ അമാനുഷ്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത്. നീ പറയുന്നത് ശരിയാണോ? അതെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറ. നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്. എനിക്കറിയാവുന്നൊരു ഗുരുജിയുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. പക്ഷേ അദ്ദേഹത്തെ കണ്ടുകിട്ടാനാ കുറച്ച് പാട്. പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യടി. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ആ ഗുരുജിയെ കാണാനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഓക്കെ, ബൈ. ബൈ. കാർത്തിക്, കാർത്തിക്, നിന്നെ എങ്ങനെ കൊണ്ടുവന്നു നീ കണ്ടില്ലേ? വാ, എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ ജയിച്ചു. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഒരേ ഒരു സന്ദർഭം തരൂ ആദിത്യ. പ്ലീസ് ആദിത്യ, ദയവായി എനിക്ക് ഒരു സന്ദർഭം തരൂ. പ്ലീസ് ആദിത്യ.
കാർത്തി കാരണം നീയല്ലടി. എന്റെ മരണത്തിനും കാരണം നീയാ. നിന്നെ വിടില്ല. വിടില്ലടി നിന്നെ ഞാൻ. നിന്നെ ഞാൻ വിടില്ല. കണ്ടില്ലേ? ഇവിടെ എങ്ങനെയാ പിടിച്ചെന്ന്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കാർത്തിക് എഴുന്നേക്ക്. ദാ കുടിക്ക്. രാജി, ഇതാണ് ഞാൻ പറഞ്ഞ ഗുരുജിയുടെ ആശ്രമം. ഇവിടെ നല്ല നിശബ്ദതയാണല്ലോ. നീ വാ. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഗുരുജിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പരിഹാരം ഗുരുജി പറഞ്ഞു തരും. ഈ ആശ്രമം എത്ര വർഷങ്ങളായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് ഈ ആശ്രമം ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെന്നാ. ഗുരുജി ഇവിടെയാണുള്ളത്. നീ വാ. നമസ്കാരം ഗുരുജി. മംഗളം ഭവിക്കട്ടെ. ഇരിക്കെ. ഗുരുജി, ഇതെന്റെ കൂട്ടുകാരി രാജേശ്വരിയാണ്. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്നത്. കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചു വരുന്നത് സാധാരണമല്ലേ? നിങ്ങളുടെ പ്രശ്നം എന്താ? ഒരു 4-5 ദിവസം സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ എസ്റ്റേറ്റിലേക്ക് വന്നതാ. പക്ഷേ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തുപറ്റി? ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വിചിത്രമായ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും വല്ലാതെ പേടിയാവുന്നു. ഇതൊക്കെ വീട്ടിലുള്ളവരോട് പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോണില്ല. ഈ പ്രപഞ്ച സംരക്ഷകനായ ദൈവമുള്ളപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. ഗുരുജി, അവിടുന്ന് ആ വീട്ടിലേക്ക് വന്ന് അവിടെ എന്താണ് പ്രശ്നമുള്ളതെന്ന് നോക്കി അതെല്ലാം ഗുരുജി വേണം പരിഹാരം ഉണ്ടാക്കി തരാൻ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ വരാം. ഞാൻ വരുന്നതാണ് നിങ്ങൾക്കും നല്ലത്. ഒരു പൂജ ചെയ്യണം, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. അങ്ങനെ തന്നെ ആകട്ടെ ഗുരുജി. എന്നാ ഞങ്ങൾ പുറപ്പെടുക ഗുരുജി. അങ്ങനെ ആവട്ടെ. ഞങ്ങൾ പോയിട്ട് വരാം. നല്ലത് ഭവിക്കട്ടെ. ആരും ഭയക്കേണ്ട കാര്യമില്ല. പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഗുരുജി വരൂ. ഈ രക്ഷ നിങ്ങൾക്ക് ആരാ തന്നത്? ഏതിതോ?
എസ്റ്റേറ്റിലെ വാച്ച്മാൻ കെട്ടി തന്നതാ. വാച്ച്മാൻ കെട്ടിത്തന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത് അവൻ നിനക്ക് കെട്ടിത്തന്നു. ഓം നമ ശിവായ. പൂജയ്ക്ക് പാല് വേണം. നന്ദിനി, കുറച്ച് പാലെടുത്തോണ്ടോ? ശരി ചേച്ചി. ഓം കാളഭൈരവേശ്വരായ നമഃ. കാർത്തിക്, നീ എന്തിനാ പുറത്തു പോയ? അകത്തേക്ക് വാ. ഓക്കെ നിക്ക് വരാം. ഈ വീട്ടിൽ ഭയപ്പെടുത്തുന്നത് പോലെ എന്തെങ്കിലും നടന്നാൽ ആരും എന്നോട് ചോദിക്കാതെ പുറത്തേക്ക് പോകരുത്. കാർത്തിക്, കാർത്തിക്, ആരാ കഥവ് മൂടിയെ? തുറക്ക്. നന്ദിനി, നന്ദിനി, കൈപിടിക്ക്. നന്ദിനി, ഇത് കൈപിടി. Come on. നന്ദിനി, നന്ദിനി, ഇത് കൈപിടിച്ചോ. നന്ദിനി, നന്ദിനി, കൈപിടിക്ക്. ഇവിടെ ഈ വീട്ടിലൊരു ആത്മാവുണ്ടെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. വരാൻ പോകുന്ന അമാവാസി ദിവസം ആ ആത്മാവിന് വേണ്ടി ഒരു പൂജ നൽകി അതിന് മുക്തി നൽകും. അതുവരെ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കണം, മനസ്സിലായോ? ഞാനില്ലാത്ത സമയത്ത് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു. ശാന്തമ്മേ, ഒന്ന് കരയാതിരിക്കെ. എനിക്ക് എങ്ങനെ കരയാതിരിക്കാൻ പറ്റും? എന്റെ മുമ്പിലല്ലേ പെടഞ്ഞു വീണ് മരിച്ചത്. എങ്ങനെ എനിക്കത് സഹിക്കാൻ സാധിക്കും? സാറ് തന്നെ പറയോ. ആ ഗുരുജി ഇവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് ആദ്യം പറ. വരദരാജനെ അയാളെ എന്തോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പോണില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഗുരുജി വളരെ നല്ല മനുഷ്യനാ. ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. ഭരതരാജൻ മരിക്കാൻ ആ പ്രേതം തന്നെയാ കാരണം. അതറിയോ നിങ്ങക്ക്? എപ്പോ നോക്കിയാലും പ്രേതം പ്രേതം എന്ന് പറഞ്ഞോണ്ട്. ആ പ്രേതം എവിടെയാണെന്ന് എന്നെയും കാണിക്കും, ഞാനും ഒന്ന് കാണട്ടെ. പൊന്നു സാറേ, ചേച്ചി പറഞ്ഞ സത്യാണ് സാറേ. ഈ വീട്ടില് പ്രേതമുണ്ട് സാറേ. ശാന്തമ്മേ, ഏട്ടാ, അവര് പറയുന്നത് സത്യമാണ്. ഞാൻ പോലും അറിയാതെയാണ് ഞാൻ ആ സെമിത്തേരിയിലേക്ക് പോയത്. അന്ന് വരദരാജൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏട്ടൻ എന്നെ ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു. നീ എന്തായി പറയുന്നേ? അവൻ പറയുന്നത് നേരായിട്ടാ. ആ പ്രേതം ഓരോരുത്തരെയും ഓരോ വിധത്തിലാണ് ദ്രോഹിച്ചത്. കൂടുതലും ചേച്ചിയെയാണ് ഒരുപാട് ഉപദ്രവിച്ചത്. ചേട്ടൻ ആര് പറയുന്നത് വിശ്വസിക്കില്ല. നമ്മളെല്ലാവരും കള്ളം പറയാന്നാ വിചാരിക്കുന്നത്. ചേട്ടാ, നമ്മളെല്ലാരും ഇനി ഇവിടെ നിന്ന ആ പ്രേതം നമ്മളെല്ലാവരെയും കൊല്ലും. പ്ലീസ്, നമുക്കെല്ലാവർക്കും ഇവിടുന്ന് പോകാം പ്ലീസ്. നേരാണ് സാറേ. ഇവിടെയുള്ള ഓരോരോ നിമിഷവും എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹമില്ലാത്ത ഈ വീട്ടില് എനിക്ക് മാത്രം എന്താണ് ഇവിടെ ജോലി? ദയവായി എന്നെ പറഞ്ഞേക്ക് സാറേ. ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയേക്കാം സാറേ.
ശാന്തമ്മേ, നിങ്ങൾ എവിടെയും പോകണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനില്ലേ ഇവിടെ തന്നെ താമസിക്കും. ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇവിടെ താമസിക്കാൻ തീരെ ഇഷ്ടമല്ല. ശരി ശാന്തമ്മ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. എവിടെയാണെങ്കിലും സന്തോഷമായി ജീവിച്ചാ മതി. ഏട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേക്കാം. അതെ ഏട്ടാ, ലെറ്റ് us go from here. പ്ലീസ്. പ്ലീസ് ചേട്ടാ, നമുക്ക് പോകാം. പ്ലീസ് ഏട്ടാ. ശരി, നാളെ തന്നെ പോകാം. ഈ സമയത്ത് ഇവൾ എവിടേക്കാ പോകുന്നത്? നന്ദിനി, നന്ദിനി, ഏയ് നന്ദിനി, 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 നന്ദിനി. നന്ദിനി, 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 നന്ദിനി. ഇവിടെ വന്നതിന് ശേഷം വരദരാജനും നന്ദിനിയും മരിച്ചുപോയി. നമ്മൾ എന്ത് പാവാ ചെയ്തത്? നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ വീട്ടിൽ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചേട്ടാ, എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ആ ഗുരുജി എന്നോട് പറഞ്ഞതാ, ഈ വീട്ടിൽ ഏതോ ഒരു ആത്മാവുണ്ടെന്ന്. ആ ആത്മാവിന് നമുക്ക് എന്താണ് ബന്ധം? അതെന്തിനാ നമ്മളോട് പ്രതികാരം ചെയ്യുന്നത്? ഇതിനെല്ലാത്തിനും കാരണം ഞാനാണ്. നിങ്ങളോ? അതെ, ഈ എസ്റ്റേറ്റ് വാങ്ങിച്ച സമയത്ത് ഒരിക്കൽ ഞാനിവിടെ വന്നപ്പോ ഒരു പെണ്ണിനെ ചില റൗഡികൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അവരെ അടിച്ചു പറഞ്ഞു വിട്ടിട്ട് ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി. പക്ഷേ അവൾ മദ്യപിച്ച് ലക്കില്ലാതിരിക്കുകയായിരുന്നു. അവളെ അവിടെ തന്നെ ഉപേക്ഷിച്ചാൽ ആ റൗഡികൾ വീണ്ടും വന്ന് അവളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അത് ശരി, നീ ആരാണ്? നിന്റെ പേരെന്താ? നിന്റെ സ്ഥലം എവിടെയാ? അച്ഛനും അമ്മയും എവിടെയാ? എന്തിനാ ഇങ്ങനെ മദ്യപിച്ച് നിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത്? എന്റെ പേര് ഗംഗ എന്നാണ്. തലശ്ശേരിയാണ് എന്റെ നാട്. എന്റെ അച്ഛനും അമ്മയും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാ. എന്റെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ ഒരു നടിയാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ചാൻസിന് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എന്റെ ആഗ്രഹം നടന്നില്ല. വീണ്ടും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു.
ഞാൻ ചാൻസ് അന്വേഷിച്ചു പോയ ഓരോരുത്തരും എല്ലാവരും എന്നെ ഒരു തെറ്റായ രീതിയിലാണ് കണ്ടത്. ആ വേദനയൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ എല്ലാ വിധത്തിലും ഒറ്റയ്ക്കായി. എനിക്കിപ്പോ ആരുമില്ല. ദുഃഖം മറക്കാൻ വേണ്ടി എല്ലാവരും കുടിക്കാറുണ്ട്. പക്ഷെ ആ ദുഃഖം മറന്നതിന് ശേഷം അവർ കാണില്ല. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ എന്ത് നേടാമെന്ന് ആലോചിക്കുന്നതാണ് നല്ലത്. ഗംഗേ, 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 എഴുന്നേക്ക്. ഇന്നാ ചായ കുടിക്ക്. കുടിക്ക്. അവിടെ കഥ കേട്ടതിന് ശേഷം ഞാൻ തന്നെ കുടിക്കുന്ന ഒരു സാഹചര്യമായി. എവിടെയാടാ നീ? എടാ വരദരാജ, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഏയ്, എടാ വരദരാജ, നിന്നെയല്ലേ വിളിക്കുന്നേ? വാടാ. എവിടാടാ നീ?
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക്സ്. ഹലോ. ഹലോ ചേട്ടാ, ഇത് ഞാനാ രാജിയ സംസാരിക്കുന്നത്. ആ രാജി പറ. ഒന്നുമില്ല, വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ വിളിച്ചത്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പറ. ഹലോ ഹലോ ചേട്ടാ, ആരേത്? കേക്കുന്നുണ്ടോ? ആരോടാ സംസാരിക്കുന്ന ആദിത്യ? ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറ അവരോട്. പറ. അത് ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, ഫോൺ വെക്ക്. മറക്കരുത്. തീർച്ചയായിട്ടും വിളിക്കാം. ഗംഗേ, ഗംഗേ. ആദിത്യ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞ്? നീ എല്ലാം മറച്ചു വെച്ച് എന്നെ ചതിച്ചു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ആദിത്യ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആദിത്യ. നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതി നീ എന്നെ മറന്നേക്ക്. ഇക്കാര്യം എന്റെ ഭാര്യ അറിഞ്ഞാൽ അവൾ ജീവനോട് ഉണ്ടാവില്ല. പുതിയൊരു ജീവിതം തുടങ്ങി വെക്കാൻ നീയല്ല പറഞ്ഞ ആദിത്യ. ഞാൻ സഞ്ചരിച്ച വഴി തെറ്റായിരിക്കും, പക്ഷെ ഞാൻ തെറ്റായവളല്ല. ദയവ് ചെയ്ത് എന്നെ നിന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കൂ ആദിത്യ. പ്ലീസ് ആദിത്യ, പ്ലീസ് ആദിത്യ, പ്ലീസ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എല്ലാം ഒരു ദുസ്വപ്നമായി കരുതി മറന്നേക്ക് ഗംഗേ. ഏതാണ് ഞാൻ ദുസ്വപ്നായിട്ട് കാണേണ്ടത്? ഇത്രയും ദിവസം ഞാൻ നിന്നെ സ്നേഹിച്ചതൊക്കെ വെറുതെയാണോ? അല്ലെങ്കിൽ നിന്നെ വിശ്വസിച്ച് എന്നെ തന്നെ തന്നത് വെറുതെയാണോ? പറ ആദിത്യ, പറ ആദിത്യ, പറയാൻ. വിട് ദേവി, എന്റെ സാഹചര്യം മനസ്സിലാക്ക്. എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത്. നിന്നെ പോലെ സ്വാർത്ഥ താല്പര്യമുള്ളവരുള്ളവരേക്കും എന്നെ പോലുള്ള പെൺകുട്ടികൾ ചതിക്കുഴിയിലേക്ക് ചെന്ന് വീഴും. പ്ലീസ് ആദിത്യ, ദയവായി നിങ്ങൾ എന്നെ ഭാര്യയായി സ്വീകരിക്കുക ആദിത്യ. ആദിത്യ പ്ലീസ്, എനിക്ക് ഒരേ ഒരു സന്ദർഭം തരൂ ആദിത്യ. പ്ലീസ് ആദിത്യ, ആദിത്യ പ്ലീസ്. സോറി, ഐ എം വെരി സോറി, എനിക്ക് പറ്റില്ല. ആദിത്യ, ആദിത്യ.
ഹലോ. ഏയ്, ചെവി കേട്ടൂടെ? പോയി ഡ്രിങ്ക്സ് എടുത്തോണ്ട് വാ. ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരില്ല നീ? ഹൗ ഡാർ യു? എന്താ, നിനക്കൊരു പെഗ് വേണോ? പോയി ഒരു ഫുൾ ബോട്ടിൽ എടുത്തോണ്ട് വാ. ഗംഗേ, ഏയ് എഴുന്നേക്ക്. പോയി മുഖം കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് വാ. സാർ ഇവിടെ ഉണ്ടോ? വീട്ടിലെ ജോലിക്കാരൻ ഇവൻ ഇത്ര അഹങ്കാരോ? ഇവനെ ഞാൻ പിന്നെ കണ്ടോളാം. അവന് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. ആഫ്റ്റർ ഓൾ അവനൊരു ജോലിക്കാരനാ. എന്നെ അവൻ വീട്ടിനകത്ത് കേറാൻ അനുവദിക്കുന്നില്ല. എന്താന്നറിയോ നിനക്ക്? ഇതാ ഈ ചെരടെന്റെ കഴുത്തിലില്ലല്ലോ. ആദിത്യ, പ്ലീസ് ആദിത്യ, ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തരുവോ പ്ലീസ്? ആദിത്യ, എന്താ മേടിച്ചു നിൽക്കുന്നേ? ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തരാനാ പറഞ്ഞേ. ആദിത്യ, ഇതെന്റെ കഴുത്തിൽ കെട്ടണല്ലോ പറഞ്ഞേ. ഇതെന്റെ കഴുത്തിൽ കെട്ട ആദിത്യ. നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? ആദിത്യ പറഞ്ഞത് എന്റെ കഴുത്തിൽ താലി കെട്ടണം. ആദിത്യ, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കാ. ആദിത്യ, പ്ലീസ് മര്യാദയ്ക്ക് മിണ്ടാതെ എന്നോടൊപ്പം വരാൻ. ആദിത്യ, പ്ലീസ് എന്നെ വിട്. ആദിത്യ, 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 ആദ്യം തുറക്കാദിത്യ. ആദിത്യ, നീ ചെയ്തത് ഒട്ടും ശരിയല്ല ആദിത്യ. നിന്നെ വിശ്വസിച്ചല്ല ഞാൻ വന്നത്. നിന്നെ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചവളാ. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു തന്നാൽ എന്റെ കുടുംബം നാളെ തെരുവിൽ നിൽക്കേണ്ടി വരും. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോയേക്കരുത്. ഗെറ്റ് ഔട്ട്. ആദിത്യ, എന്നെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്ന? നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വെറും ഒരു പാവയായിട്ടാണ് എന്നെ കണ്ടേ. വേണ്ട ആദിത്യ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്നെ ചതിക്കാൻ പാടില്ല. നീ എനിക്ക് ഒരു സന്ദർഭം താ. നിന്റെ ഭാര്യയെക്കാളും ഞാൻ നിന്നെ നന്നായി നോക്കിക്കോളാം. പ്ലീസ് ആദിത്യ, പ്ലീസ്, ദയവായി എന്നെ സ്വീകരിക്ക്. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ
എനിക്ക് കിട്ടിയിട്ടില്ല ആദിത്യ. നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. പ്ലീസ് ആദിത്യ, ഇറ്റ്സ് ട്രൂ ആദിത്യ. നീ എന്നെ വിട്ടുപോയാൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല ആദിത്യ. എന്റെ മരണത്തിന് നീ കാരണമാകരുത് ആദിത്യ. ആദിത്യ, ആദിത്യ, കഥവ് തുറക്ക് പ്ലീസ് ആദിത്യ, പ്ലീസ്. ഒരു കാര്യം പോലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു നിനക്കറിയോ? എന്റെ സ്നേഹത്തിന്റെ വില ഒന്ന് മനസ്സിലാക്ക ആദിത്യ. ആദിത്യ, ആദിത്യ, ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവാ. ആദിത്യ, ആദിത്യ, സത്യമായിട്ടത് ഞാൻ എന്റെ ദേഹത്തൊഴിക്കും. ഗംഗേ വേണ്ട, ഞാൻ പറയുന്ന കേൾക്ക്. ഗംഗേ വേണ്ടെന്നാ പറഞ്ഞത്. ഗംഗേ വേണ്ട. ഗംഗേ അങ്ങനെ ചെയ്യരുത്. വേണ്ട വേണ്ട ഗംഗേ, പറയുന്ന കേൾക്ക് പ്ലീസ്. അവൾ സൂയിസൈഡ് ചെയ്യുന്നുള്ള പേടികൊണ്ട് ഞാൻ അടുത്തിരുന്ന ബക്കറ്റുള്ള വെള്ളം എടുത്ത് അവിടെ ശരീരത്തിൽ ഒഴിച്ചു. പക്ഷേ അതിലുണ്ടായിരുന്നത് വെള്ളമല്ല. ജനറേറ്റർ ക്ലീൻ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഡീസൽ വരദരാജൻ ബക്കറ്റിൽ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഗംഗേ, ഗംഗേ വേണ്ട. ഗംഗേ, ഗംഗേ, അയ്യോ, അവളെ രക്ഷിക്കും. ഗംഗേ, ഗംഗേ, ഗംഗേ. ഞാൻ നിന്നെ വിടില്ല ആദിത്യ.
ഞാൻ നിന്നെ ജീവനതുലൻ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് അവളെ വേണ്ടാന്ന് ഒതുക്കി വെച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റല്ലേ? കുറെ റൗഡികൾ അവളെ നശിപ്പിക്കാൻ വന്നപ്പോ അവളെ രക്ഷപ്പെടുത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവളെ നശിപ്പിച്ച് ദ്രോഹം ചെയ്തു. ഞാൻ ചെയ്തത് ഒരു മഹാപാവം തന്നെയാണ്. അന്ന് ഞാൻ മരിക്കുമ്പോ നിന്നോട് പറഞ്ഞതല്ലേ ആദിത്യ, ഞാൻ നിന്നെ ഒരിക്കലും വിടില്ലെന്ന്. അന്ന് നിന്റെ അടുത്ത് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്. പക്ഷേ നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല. നിന്നെ പോലുള്ള ആളുകൾക്ക് ജീവിക്കാൻ യാതൊരു അർഹതയില്ല. കൊന്നുകളയണം നിന്നെ. എന്റെ മരണത്തിന് കാരണം ഞാൻ നിന്നെ പ്രേമിച്ചത് കൊണ്ടല്ലേ? നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരും എന്റെ സ്ഥലത്ത് വന്ന് എന്റെ മുമ്പിൽ കുടുങ്ങിയില്ലേ? എന്നെ കൊന്നതുപോലെ നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞാൻ കൊന്നൊടുക്കി. അവസാനം ഞാൻ നിന്നെയും കൂടി കൊന്നുകളയും. നിന്റെ മരണം കണ്ടാലേ എനിക്ക് തൃപ്തിയാവൂ. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഏടത്തിയെ എങ്ങനെ ഏട്ടന്റെ ചതിക്കാൻ തോന്നി? നല്ല ഭർത്താവെന്ന് പേരും ഭാര്യയെ സ്നേഹിക്കാൻ അറിയാവുന്നവനായിരിക്കണം, അല്ലാതെ ഇങ്ങനെ ചതിക്കില്ല വേണ്ടത്. ഏടത്തി, ഇനി നമുക്ക് ഈ വീട്ടിലെ കാര്യമില്ല. വാ, നമുക്ക് പോവാം. വാ ഏടത്തി. ഹായ് കാർത്തിക്, നിന്റെ ചേട്ടൻ എത്തിയില്ലേ? ആ ഇല്ല, എനിക്കറിയില്ല. ഹായ്. ഹായ്. എന്തു പറ്റി? എന്താ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നേ? അല്ല,
ആദിത്യ എവിടെയാ കാണുന്നില്ലല്ലോ. ഗുരുജിയെ കാണാൻ പോകുമ്പോ അദ്ദേഹം ഉള്ളത് നല്ലതാ. ഗുരുജിയെ കാണാനോ? അതെ രാജി, അമാവാസിക്ക് പൂജ ചെയ്യണമെന്ന് ഗുരുജി എന്ന് പറഞ്ഞതല്ലേ? എന്താ ഇന്ന് അമാവാസിയാണെന്നോ? അതെ രാജി. അതേ അടുത്തി, നമ്മള് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഗുരുജി ഒരു പ്രാവശ്യം കണ്ടിട്ട് പോയാലോ? ഏടത്തി എന്താ ആലോചിച്ച് നിൽക്കുന്നത്? വാ എടുത്തി, നമുക്ക് പോവാം. പറഞ്ഞ ആ അമാവാസി ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും പൂജ തീർത്തിരിക്കണം. അപ്പോഴേ താലിയും കുങ്കുമവും നിനക്ക് നിലയ്ക്കൂ. ആ ആത്മാവിന് നമുക്ക് മുക്തി നൽകാം. എല്ലാവരും പോകൂ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഈ സമയത്ത് ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? ഛേ, നിങ്ങളെല്ലാരും എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. എന്താ ചേട്ടാ, എന്താ പറ്റിയേ? നമ്മുടെ ആദ്യത്തെ ജീപ്പ് ആക്സിഡന്റ് ആയി. ആക്സിഡന്റ് ആയിരുന്നോ? ആക്സിഡന്റോ? പേടിക്കാനൊന്നുമില്ല, ഹീ സേഫ്. ഹോസ്പിറ്റലുണ്ട്, വാ നമുക്ക് പോയി കാണാം. വരൂ. എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? വാ പോവാം. എടത്തി, ആദ്യം ഗുരുജി പറഞ്ഞ കാര്യം ചെയ്തിട്ട് പോവാം നമുക്ക്. ഗുരുജിയോ? എന്താ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ സ്ഥലം എവിടെയാന്ന് പറയേ. ഇവിടെ തന്നെയാ, അടുത്ത് തന്നെയാണ്. ശരി, നമുക്ക് അങ്ങോട്ട് പോവാം.
അങ്കിൾ പെട്രോൾ വേണോ?
സോറി മാസ്റ്റർ, നിങ്ങൾ പഠിപ്പിച്ച അഭ്യാസങ്ങൾ അത് നിങ്ങളോട് തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. ഐ എം സോറി. അത് കുഴപ്പമില്ല കാർത്തിക്, നിന്നെ ഇത് പഠിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. നീ അത് പഠിച്ചത് കൊണ്ട് മാത്രമാ ഇത്രയും പേര് രക്ഷപ്പെട്ടത്. എന്തൊക്കെയായാലും ഗുരുവിനെ വെല്ലുന്ന ശിഷ്യനായി. എനിഹൗ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. ബൈ. ബൈ ബൈ. നഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഇവിടെയാണ് നഷ്ടപ്പെട്ടത്. ഈ സ്ഥലത്ത് വെച്ചാണ് എന്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തിയത്. ഞാൻ വരും, തിരിച്ചു വരും.